പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടി ഉണ്ടായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ഈ വചനഭാഗത്തിലൂടെ യേശുവിനെ കുറിച്ച് തിരുസഭ നമ്മളോട് എന്ന് പറയുന്നത്, വെളിച്ചമാകുന്ന യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഇരുളുകളും മാറി പ്രകാശമായി തീരും. നമ്മുടെ ചിന്തകളൊക്കെയും നമ്മുടെ വാക്കുകളൊക്കെയും നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെയും യേശുവിൻ്റെതായിട്ട് തീരും. നമ്മളിൽ യേശു ജീവിക്കുന്നതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് ജീവിക്കാം. നമ്മുടെ നല്ല മാതൃക നിറഞ്ഞ ജീവിതം നമ്മൾ ഈ ലോകത്തിൽ കാഴ്ചവെക്കുമ്പോൾ ദൈവത്തിനും മറ്റുള്ളവർക്കും സന്തോഷമാകും. നമ്മൾ വാക്കുകളിലൂടെ അവരോട് തിരുത്തുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. എന്നാൽ വചനം ഉരുവിട്ടുകൊണ്ട് നമ്മുടെ മാതൃക നിറഞ്ഞ ജീവിതം കാഴ്ചവെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ പറയാതെ തന്നെ അവരിൽ വ്യത്യാസമുണ്ടാകാം. അങ്ങനെ അനേകം ആത്മാക്കളെ സ്വർഗത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുകയും ചെയ്യാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വർഷക്കാലവും ദൈവം നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും മഹത്വം നൽകിക്കൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന പ്രാർത്ഥന 50 പ്രാവശ്യം ഇന്ന് ഉരുവിടാം.